മകന് ഒരിക്കലും പൊറുക്കാത്ത ചതി. അതാ ശ്രീനിവാസ് എന്നോട് ചെയ്തത്. ഞാനും എന്റെ മകളും മാത്രം ഉണ്ടാവേണ്ട അയാളുടെ മനസ്സില് മറ്റൊരാൾക്കും കൂടെ സ്ഥാനം. അത് തിരിച്ചറിഞ്ഞപ്പോ, ചതിക്കപ്പെട്ടു എന്ന് വ്യക്തമായപ്പോ മറ്റൊന്നും എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ല. പിരിഞ്ഞു എന്നേക്കുമായിട്ട്. കേട്ട ആക്ഷേപങ്ങൾക്ക് കണക്കില്ല. ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും അഹങ്കാരി എന്ന് മുദ്രകുത്തി. തനിച്ചെങ്ങനെ ജീവിക്കും, എങ്ങനെ മകളെ വളർത്തും, ചോദ്യങ്ങൾ ഒരുപാടായിരുന്നു. ചുറ്റുള്ളവർ ചോദിച്ച പോലെ അത് ഞാൻ എന്നോടും ചോദിച്ചു. അന്നെടുത്ത തീരുമാനമാണ് ചതിച്ചവന് മുന്നിൽ ആകാശം മുട്ട വളർന്നു കാണിക്കണമെന്ന്. സിത്താര നടന്നു കയറിയ പടവുകൾ കണ്ട് അയാൾ അമ്പരന്ന് നിൽക്കണം. ബിസിനസിന്റെ ഇടനാഴികളിൽ പലപ്പോഴും അവഗണിക്കപ്പെട്ടു. വെറുമൊരു പെണ്ണെന്നുള്ള രീതിയിൽ അവമാനിക്കപ്പെട്ടിട്ടുണ്ട്. തളർന്നു പോവായിരുന്നു. ഏതെങ്കിലും ഇരുട്ടുമുറിയിൽ ഒതുങ്ങിപ്പോവുമായിരുന്നു. പക്ഷേ എന്റെ വാശി എന്നെ എഴുന്നേൽപ്പിച്ചു, നടത്തിച്ചു, കുതിച്ചു പായാനുള്ള ഊർജം തന്നു. പതുക്കെ പതുക്കെ സിത്താരയെ ഓരോരുത്തരായിട്ട് അംഗീകരിക്കാൻ തുടങ്ങി. എന്നെക്കുറിച്ച് അടക്കം പറഞ്ഞ ബന്ധുക്കള് സിത്താരയുടെ ബന്ധുക്കളാണെന്നുള്ള കാര്യത്തിൽ അഭിമാനിക്കാൻ തുടങ്ങി. കുടുംബച്ചടങ്ങുകളില് എന്റെ സാന്നിധ്യം എല്ലാവർക്കും അനിവാര്യമായി, അന്തസ്സിന്റെ ഭാഗമായി. എത്രയോ പേര് ആവശ്യം പറഞ്ഞ് മുമ്പിൽ വന്ന് കൈനീട്ടി നിന്നിട്ടുണ്ട്. ഒരാളെ ഞാൻ വെറുതെ അയച്ചിട്ടില്ല. അവരാഗ്രഹിച്ചു വന്നതിനേക്കാൾ കൂടുതൽ കൊടുത്ത് തിരിച്ചയച്ചു ഞാൻ. ബിസിനസ് ലോകത്ത് അയൺ ലേഡി എന്നുള്ള പേര് സമ്പാദിച്ചു. സമ്പത്തിന്റെ കുത്തൊഴുക്കിൽ എതിരാളികൾ പോലും അമ്പരന്നു. എല്ലാ നേട്ടത്തിനും ഒരൊറ്റ കാരണേ ഉള്ളൂ, അയാളോടുള്ള എന്റെ വാശി. അയാളെ ജയിച്ചേ തീരുന്നുള്ള എന്റെ തീരുമാനം. സ്വപ്നങ്ങൾ പോലും വിലക്കപ്പെട്ട ഒരു കാലത്തുനിന്ന് മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുവാനായിട്ട് വളർന്നു വന്നവളായി സിത്താര. ശ്രീനിവാസ് അയാൾ എനിക്കൊരു പഴയ ഓർമ്മയാണ്. അടച്ചു പൂട്ടിക്കിടന്ന വീട്ടിലെ ഏതോ ഒരു മുറിയിലെ മാറാല പോലെ. അത്രയേ ഉള്ളൂ എനിക്ക് അയാള്. സ്വന്തം മകളുടെ വളർച്ച അറിയാത്ത ഒരച്ഛൻ അവളുടെ വിവാഹപ്പന്തലിൽ മാത്രം ഒരാളുടെയും ചോദ്യത്തിന് ആളാവാനായിട്ട് അങ്ങനെ വരണ്ട. അത് സമ്മതിച്ചു കൊടുക്കില്ല ഞാൻ. ഗാഥയ്ക്ക് അച്ഛനും അമ്മയായിട്ട് ഈ സിത്താര മാത്രമേ ഉള്ളൂ. എന്റെ മോളുടെ വളർച്ചയില് അവക്ക് കിട്ടാൻ പോകുന്ന ബന്ധത്തില് ശ്രീനിവാസന് ഒരു പങ്കുമില്ല. മാമിന് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. മാമിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ ഇതൊക്കെ ശരിയാ. പക്ഷെ കളരിക്കൽക്കാരോട് ഒരു മറുപടി പറഞ്ഞല്ലേ പറ്റൂ. മാം, അവരെ ഒന്ന് തിരിച്ചു വിളിക്കണം, കാര്യങ്ങളൊക്കെ സംസാരിക്കണം. ഇല്ലെങ്കിൽ അമ്മേ, ദേ സിത്താരയെ വിളിക്കുന്നേ. എടുക്കണ്ട. നിന്റെ വാക്കുകൾ കേൾക്കാതെ സിത്താര ഫോൺ കട്ട് ചെയ്തതല്ലേ? നമ്മളിങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ അമ്മേ? എടുത്തേക്കാം. ഹലോ സുമിത്ര, ഐ എം റിയലി സോറി. ശ്രീനിവാസിനെ കുറിച്ച് എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടായിരുന്നെങ്കിൽ ഈ ബന്ധം ആലോചിച്ച ദിവസം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുമായിരുന്നു. ഞാനന്ന് പറഞ്ഞത് എന്റെ മോക്ക് ഞാൻ മാത്രമേ ഉള്ളെന്നാ. സിത്താര, ഒരു ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചതൊന്നുമല്ല ഞാൻ. അറിഞ്ഞിരിക്കാൻ വേണ്ടി. നന്ദഗോപാലിനോടൊപ്പം സുഖമായിട്ട് ജീവിക്കുന്ന സുമിത്രയ്ക്ക് ഒരുപക്ഷെ ഭർത്താവ് ചതിച്ച ഒരു പെണ്ണിന്റെ വേദന മനസ്സിലാവില്ല.
എന്നെയും എന്റെ മോളെയും ചതിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരാളാ. അതിനുശേഷം ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഞങ്ങളിലേക്ക് വരാത്ത ഒരാൾ. ഞാൻ ഏറ്റവും വെറുക്കുന്ന പേര് സുമിത്ര ചോദിച്ചപ്പോ എനിക്ക് ദേഷ്യം വന്നു പോയി. അതെന്റെ തെറ്റാ. സാരമില്ല സിത്താരെ. ഗാതമുക്ക് അച്ഛനില്ല, അങ്ങനെ ഒരാൾ വരാനുമില്ല. ദൈവമേ, കുടുംബത്തിലെ അടുത്തൊരു ചടങ്ങൂടി ഇന്ന് നടക്കുക. നവീന്റെയും ഗാതമ്മളുടെയും വിവാഹത്തിലേക്ക് ഇനി ഒട്ടും ദിവസങ്ങളില്ല. അങ്ങയുടെ കരുണയും കൃപയും ഒക്കെ കളരിക്കൽ കുടുംബത്തിൽ കൂട്ടായിട്ടുണ്ടാവണേ. എല്ലാ ചടങ്ങുകളും ഭംഗിയായിട്ട് തന്നെ അവസാനിപ്പിച്ചു തരണമേ.